വാട്ടർ പ്യൂരിഫയേഴ്സ് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ആരും ഉപയോഗിക്കാത്തൊരു സാധനമാണ്. കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്താണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുറേ കാര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത്. ഒന്നാമത്തത്, ഇവിടുത്തെ വെള്ളം എനിക്ക് കുടിക്കുന്നത് അത്ര സുഖകരമായിട്ട് ഫീൽ ചെയ്തില്ല. രണ്ടാമത്തത്, എൻ്റെ ഹെയർ ഫോള്, അതുപോലെ തന്നെ എനിക്ക് ദേഹത്ത് ഒരുമാതിരി സ്കിൻ ഭയങ്കരമായിട്ട് ഇളകാൻ തുടങ്ങി. നമ്മുടെ ഈ നഖത്തിൻ്റെ ഇവിടെ ഇങ്ങനെ സ്കിന്ന് പോപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു, പറഞ്ഞു നമ്മൾ ഇവിടുന്ന് കുളിക്കുന്ന ക്ലോറിനുള്ള വെള്ളം റിയാക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഈ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വാട്ടർ പ്യൂരിഫയറിനെ പറ്റി അന്വേഷിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോക്കകത്ത് 3 വാട്ടർ പ്യൂരിഫയേഴ്സ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ പോവാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർ ഐഡിയ തരും ഏത് വാട്ടർ പ്യൂരിഫയേഴ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ആൻഡ് ഏതാണ് നിങ്ങൾ വാങ്ങേണ്ടത് എന്നുള്ളത്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന 3 വാട്ടർ പ്യൂരിഫയേഴ്സ് ഏതൊക്കെയെന്ന് നോക്കിയാലോ. ഒന്നാമത്തത് ആറ്റംബർഗിന്റെ ഇന്റർലോൺ, രണ്ടാമത്തത് നേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ M2 Pro എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ, മൂന്നാമത്തത് അക്വാഗാർഡിന്റെ റിഡ്സ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ. അപ്പോൾ ഈ 3 വാട്ടർ പ്യൂരിഫയറും നമ്മൾ ട്രൈ ഔട്ട് ചെയ്തതിന് ശേഷം ഏതാണ് ബെസ്റ്റ്, ഏതാണ് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പൈസ വസൂൽ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. ആൻഡ് ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഒരു TDS മീറ്റർ മേടിച്ചിട്ടുണ്ട്. 240 രൂപ എന്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും. ഇൻസ്റ്റാമാർട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റേ എന്താണ് ആ മഞ്ഞ കളർ ലോഗുള്ള ഒരു സാധനത്തിന് വരുന്നതായിരുന്നു, ബ്ലിങ്കിറ്റ് അതിനകത്തുനിന്ന് വാങ്ങാൻ പറ്റും. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കേരളം പോലെയുള്ള ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഉള്ള ഒരു സ്ഥലത്ത് സീസണൽ ആയിട്ട് വാട്ടർ ക്വാളിറ്റി കൂടുകയും കുറയും ചെയ്യും. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലുള്ള മേജർ ആയിട്ടുള്ള എല്ലാ വാട്ടർ പ്യൂരിഫയേഴ്സും RO ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാട്ടർ പ്യൂരിഫയേഴ്സും 24/7 ആക്റ്റീവ് RO യൂസ് ചെയ്തിട്ടാണ് വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത്. വാട്ടർ പ്യൂരിഫയറിലേക്ക് വരുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റിയോ ആ ഒരു വെള്ളത്തിനെ ജഡ്ജ് ചെയ്യാതെ ഏത് വെള്ളമാണെന്നുണ്ടെങ്കിൽ, അതിപ്പം TDS കുറഞ്ഞ വെള്ളമാണെന്നുണ്ടെങ്കിലും TDS കൂടി വെള്ളമാണെന്നുണ്ടെങ്കിലും അതിനെ റിവേഴ്സ് ഓസ്മോസിസ് വെച്ച് പ്യൂരിഫൈ ചെയ്ത് വരുന്ന ഒരു പരിപാടിയാണ് എല്ലാ വാട്ടർ പ്യൂരിഫയേഴ്സിനും ഉള്ളത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അഡാപ്റ്റബിൾ ആയിരിക്കണം. RO എപ്പോഴും അഡാപ്റ്റബിൾ ആയിരിക്കണം. ചില സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് വരുന്ന വെള്ളം ഭയങ്കര ക്ലീൻ വെള്ളമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ, അല്ലെങ്കിൽ അതായത് ഇൻകമിങ് വാട്ടറിന്റെ ക്വാളിറ്റി TDS എന്ന് പറഞ്ഞാൽ ഒരു 30 ആണെന്ന് വെച്ചോ. 30 ആണെന്നുണ്ടെങ്കിൽ ലോ TDS ആണ്. നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിലുള്ള നാച്ചുറൽ മിനറൽസ് ഉണ്ടല്ലോ അതുവരെ ക്ലീൻ ആക്കിയിട്ട് വരുന്നതാണ് ഈ TDS 30 എന്നൊക്കെ പറയുന്നത്. ഹെൽത്ത് ബെനിഫിറ്റ്സും എല്ലാമുള്ള നമ്മുടെ ദേഹത്തെ അബ്സോർബ് ചെയ്യുന്ന പ്രോപ്പർ ഗുഡ് വാട്ടർ 50 and 150 TDSന്റെ ഇടയ്ക്ക് നിൽക്കണം. എന്നാൽ ഈ 30 വരുന്ന അല്ലെങ്കിൽ 30 TDS വരുന്ന വെള്ളത്തിന് വീണ്ടും RO വെച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും TDS കുറയും. മിനറൽസ് ഒന്നും ഇല്ലാത്ത ഡീമിനറലൈസ് ചെയ്തിട്ടുള്ള വെള്ളമായിരിക്കും നിങ്ങൾ കുടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 10 പൈസയുടെ ഉപയോഗം ഉണ്ടാവില്ല. നമ്മുടെ TDS മീറ്റർ മേടിച്ചിട്ട് നമുക്ക് ഈ 3 വാട്ടർ പ്യൂരിഫയറിൻ്റെ അടുത്തൊന്നും വന്നിട്ടുള്ള വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അക്വാഗാർഡിന്റെ നേറ്റീവിന്റെ വാട്ടർ പ്യൂരിഫയർ എൻ്റെ വീട്ടിലാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ആറ്റംബർഗിന്റെ വാട്ടർ പ്യൂരിഫയർ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആറ്റംബർഗിന്റെ വാട്ടർ പ്യൂരിഫയറിൻ്റെ അകത്തുള്ള ഇൻകമിംഗ് TDS അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ്ലി വരുന്ന വെള്ളത്തിന്റെ TDS എത്രയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആപ്പിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് ഇൻകമിംഗ് TDS 154, ഇൻകമിംഗ് TDS 100 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കാണിക്കും. അപ്പോൾ ഇത് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ടർ. കാരണം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ബോർവെൽ വാട്ടറും ഉണ്ട്, അതേപോലെ തന്നെ മുനിസിപ്പൽ വാട്ടറും ഉണ്ട്. അപ്പോൾ രണ്ടും മിക്സ് ചെയ്തൊക്കെയാണ് വരുന്നത് പൊതുവെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതാ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. എൻ്റെ വീട്ടിലുള്ള ഇൻകമിംഗ് വാട്ടറിൻ്റെ TDS നോക്കിക്കഴിഞ്ഞാൽ 126, 127 നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ TDS മീറ്റർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ 126 ആണ്. അക്വാഗാർഡ് വാട്ടർ പ്യൂരിഫയറിൻ്റെ അകത്തുനിന്ന് നമുക്ക് പ്യൂരിഫൈ ചെയ്ത് കിട്ടിയ വെള്ളത്തിൻ്റെ TDS എന്ന് പറയുന്നത് 26 ആണ്. ഇപ്പോൾ നമ്മൾ നേറ്റീവിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളം നമ്മൾ ഒരു TDS മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് 26 ആണ് കാണിക്കുന്നത്. 26 എന്ന് പറയുന്നത് 50-നും താഴെയാണ്. അതായത് TDS ഭയങ്കര കുറവാണ്. ഏറ്റവും അടിപൊളി ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സേഫസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ 50-നും 150-നും ഇടയ്ക്കാണ്. ഇനി അതെല്ലാം പോട്ടെ, നമ്മുടെ ആറ്റംബർഗ് എടുത്തു കഴിഞ്ഞാൽ 81 കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ആറ്റംബർഗിൽ നിന്ന് വരുന്ന വെള്ളമാണ് അക്കോർഡിംഗ് ടു വാട്ടർ ഗൈഡ് ലൈൻസ് നമുക്ക് കുടിക്കാൻ പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള വെള്ളം. TDS കുറഞ്ഞുള്ള വെള്ളത്തിന് UV അല്ലെങ്കിൽ UF വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്താൽ മതി. സോളിഡ് സോല്യൂബിൾ ആയിട്ടുള്ള ഭയങ്കര ഹാർഡ് വാട്ടേഴ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, റിവേഴ്സ് ഓസ്മോസിസ് വെച്ചിട്ട് നമുക്ക് പ്യൂരിഫൈ ചെയ്താൽ മതി. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അക്വാഗാർഡ് ആയാലും നേറ്റീവ് ആയാലും ഇതിനകത്ത് ആക്റ്റീവ് ആയിട്ടുള്ള RO പ്യൂരിഫയർ ഉണ്ട്. എന്നാൽ ആറ്റംബർഗിലേക്ക് വരുന്ന സമയത്ത് ആറ്റംബർഗിൻ്റെ അകത്ത് അത് അഡാപ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ലോ TDS ആയിട്ടുള്ള വെള്ളത്തിനെ UV വെച്ച് മാത്രം ട്രീറ്റ് ചെയ്യുകയും ഇനി ഹൈ TDS ആയിട്ടുള്ള വെള്ളത്തിനെ RO വെച്ച് ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി സംസാരിക്കാൻ പോകുന്നത് ഡിസൈനും ബിൽഡ് ക്വാളിറ്റി. 3 വാട്ടർ പ്യൂരിഫയേഴ്സും വെൽ ബിൽഡ് വാട്ടർ പ്യൂരിഫയേഴ്സ് തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. പക്ഷേ നേറ്റീവും അക്വാഗാർഡും കുറച്ചുകൂടി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മിനിമൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഡിസൈൻ ലെവൽ പിടിച്ചിട്ടുണ്ട്. എന്നാൽ അക്വാഗാർഡ് ടിപ്പിക്കലി നമുക്കൊരു വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഒരു ഡിസൈൻ വരില്ലേ, ആ ഡിസൈൻ തന്നെയാണ് അക്വാഗാർഡിനുള്ളത്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അക്വാഗാർഡ് റിഡ്സ് പ്രോ, ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് RO ആൻഡ് UV പ്യൂരിഫൈങ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കോപ്പർ എൻറിച്ച്മെന്റും ഈ ഒരു വാട്ടർ പ്യൂരിഫയറിന്റെ അകത്തുണ്ട്. പ്യൂരിഫൈങ് പ്രോസസ്സ് ഭയങ്കര ഫിക്സ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RO ആൻഡ് UV പ്യൂരിഫൈങ് ആണുള്ളത്. ആൻഡ് ഈ കോപ്പർ ഫിൽറ്ററിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കോപ്പർ ഫിൽറ്റർ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിന് എക്സ്ട്രാ പൈസയാവും. അതുകൊണ്ട് ഈ കോപ്പർ ഫിൽറ്റർ എക്സ്ട്രാ ഒരു ലയബിലിറ്റിയാണ് നമുക്ക്.
ഇതൊരു ഫുൾ ടൈം ആറോ ആക്റ്റീവ് ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ ആയതുകൊണ്ട് തന്നെ വാട്ടർ വേസ്റ്റേജ് ഭയങ്കര കൂടുതലാണ്. ഈ വാട്ടർ വേസ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ എല്ലാ വാട്ടർ പ്യൂരിഫയേഴ്സും ഈ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് റിജക്റ്റഡ് വാട്ടർ ഉണ്ടാവും. അത് ഏകദേശം 1 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ നിങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയർ ചെയ്യുന്ന ഇങ്ങനെ റിജക്റ്റഡ് വാട്ടർ ഉണ്ടാവും. അപ്പോൾ വാട്ടർ വേസ്റ്റേജ് ഭയങ്കര കൂടുതലായിരിക്കും. പ്യൂരിഫയറിൻ്റെ അകത്ത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റോറേജ് ടാങ്കറാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ആപ്പ് കണക്ടിവിറ്റി ഉണ്ട്. ഇതിൻ്റെ ഈ അക്വാഗാർഡിൻ്റെ ആപ്പ് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പക്ഷേ നമുക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. ആകെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മോണിറ്ററിംഗ് ആണ് വരുന്നത്. മോണിറ്ററിംഗ് മീൻസ് നമ്മുടെ വാട്ടർ അതിനകത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ബിഹേവിയർ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് 2 ഇയർ വാറണ്ടി അക്വാഗാർഡ് പറയുന്നുണ്ട്. പക്ഷേ വിത്ത് കണ്ടീഷൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. പല പ്യൂരിഫയേഴ്സും അവർക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിലും വിത്ത് കണ്ടീഷൻസ് ആണ്. അക്വാഗാർഡ് ഇതിൻ്റെ അകത്ത് TDS ലിമിറ്റും കൺസ്യൂമബിൾസ് ആൻഡ് ഫിൽറ്റേഴ്സിൻ്റെയും ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈ TDS ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് വാറണ്ടിയോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ സർവീസോ ഒന്നും കിട്ടിയെന്ന് വരില്ല, നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കണ്ടീഷൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് എഗ്രിമെൻ്റ് ആണ് അവരുടെ വാറണ്ടിയിൽ അവർ വെച്ചിട്ടുള്ളത്. ട്രഡീഷണൽ ആയിട്ടുള്ള AMC മോഡലാണ് അവർ ഫോളോ ചെയ്യുന്ന മെയിൻ്റെനൻസ് പാറ്റേൺ. ഈ മെയിൻ്റെനൻസ് പാറ്റേണിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷത്തിൽ 5000 മുതൽ 6000 രൂപ വരെ നിങ്ങൾക്ക് കോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അറൗണ്ട് ഒരു 7 വർഷം 8 വർഷത്തെ യൂസേജിൽ ഒരു 25,000 മുതൽ 30,000 രൂപ വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ മെയിൻ്റെനൻസ് ആയിട്ട് ഈ ഒരു അക്വാഗാർഡിൻ്റെ വാട്ടർ പ്യൂരിഫയറിന് ആവശ്യമാവും. രണ്ടാമത്തത് നേറ്റീവ് M2 Pro. സോ ഇതാണ് കുറച്ചുകൂടി ഡിസൈൻ വൈസ് എന്താണ് ഒരു ടിപ്പിക്കൽ ഒരു വാട്ടർ പ്യൂരിഫയർ ഡിസൈൻ അല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്തും ഫുൾ ടൈം RO സിസ്റ്റം ആണുള്ളത്. ദാറ്റ് മീൻസ് ഫുൾ ടൈം അതിനകത്ത് റിവേഴ്സ് ഓസ്മോസിസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ഈ ഒരു പ്യൂരിഫയർ മിനറലൈസറും ആൽക്കലൈൻ ആൻഡ് കോപ്പർ എൻഹാൻസ്മെൻറ്റ് ഇതിനകത്ത് കൊടുക്കും. അത് ആ ഒരു വാട്ടറിൻ്റെ ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ് RO ഉള്ളതുകൊണ്ട് തന്നെ വാട്ടർ വേസ്റ്റേജ് ഭയങ്കര കുറവാണ്. ഇതിനും 1 മുതൽ 3-4 ലിറ്ററൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് വാട്ടർ യു യൂസ് ഈ ഒരു പ്രോസസ്സിലൂടെ വേസ്റ്റേജ് ഉണ്ടാവും. ഈ ഒരു വാട്ടർ പ്യൂരിഫയറിന് ആപ്പ് ഉണ്ട്. ഈ ഒരു ആപ്പിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ ഹെൽത്ത് മോണിറ്ററിംഗ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സർവീസ് റിമൈൻഡേഴ്സ്. ഇപ്പോൾ വാട്ടർ പ്യൂരിഫയറിന് എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിമൈൻഡർ കാണിക്കും. മൂന്നാമത്തത് സിസ്റ്റം അപ്ഡേറ്റ്സ്, അതായത് എന്തെങ്കിലും അപ്ഡേറ്റുകളോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ആപ്പിൻ്റെ അകത്ത് കാണിക്കും. ഈ ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ഫിൽറ്റർ ചേഞ്ച് അല്ലെങ്കിൽ ഫിൽറ്റർ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ടൈം റിലേറ്റഡ് ആണ്. അതായത് യൂസേജിനനുസരിച്ചാണ്. നിങ്ങൾ ഇത്ര നാൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഇത്രത്തോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാന്നുള്ളതല്ല. ഇത്ര നാൾ കഴിയുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം. പിന്നെ മെയിൻ്റെനൻസ് 0 ആണ് ആദ്യത്തെ 2 വർഷത്തേക്ക്. ഇവർ വേറെ കണ്ടീഷൻസും കാര്യങ്ങളൊന്നുമില്ല, നോ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് തന്നെയാണ്. ഈ 2 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻ്റെനൻസിന് പൈസയാവും. അറൗണ്ട് ഒരു 6, 7, 8 വർഷത്തെ യൂസേജിൽ 15,000 റുപ്പീസോളം നിങ്ങൾക്ക് എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള പൈസ ചിലവുണ്ടാവും. ഫൈനലി നമ്മുടെ ആറ്റംബർഗ് ഇന്റലോൺ. സോ ഈ ഒരു പ്യൂരിഫയർ ഭയങ്കര കിടലം ഫീച്ചേഴ്സ് ഉണ്ട്, ഭയങ്കര കിടലം ആപ്പ് കൺട്രോൾസും ഉണ്ട്. ആറ്റംബർഗ് ഇതെല്ലാം, അതായത് നേരത്തെ പറഞ്ഞ പ്യൂരിഫിക്കേഷൻ ലോജിക്ക് തന്നെ ആറ്റംബർഗ് യൂസ് ചെയ്യുന്നില്ല. ഇതിനകത്തുള്ള ലോജിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ആറ്റംബർഗ് ഇന്റലോൺ എല്ലാ വെള്ളത്തിനെയും ഒരേപോലെ അല്ല പ്യൂരിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ബോർവെൽ ആണെന്നുണ്ടെങ്കിൽ ബോർവെൽ വാട്ടറിൻ്റെ അകത്ത് ഡൈലൂട്ടഡ് മിനറൽസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് TDS ഹൈ ആയിട്ടുള്ളത്. TDS ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിനെ വേറെ രീതിയിലും TDS ലോ ആണെന്നുണ്ടെങ്കിൽ അതിനെ വേറെ രീതിയിലുമാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻകമിംഗ് വാട്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ആറ്റംബർഗിൻ്റെ വാട്ടർ പ്യൂരിഫയർ ഇൻകമിംഗ് വെള്ളത്തിൻ്റെ TDS ചെക്ക് ചെയ്യും. TDS ചെക്ക് ചെയ്യുമ്പോൾ അത് ലോ TDS ആണെന്നുണ്ടെങ്കിൽ UV ആൻഡ് UF പ്യൂരിഫിക്കേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി TDS ഹൈ ആയിട്ടുള്ള വെള്ളമാണ്, അതായത് ഇൻകമിംഗ് വെള്ളം ബോർവെല്ലോ അല്ലെങ്കിൽ ഈ നമ്മുടെ കിണറിൻ്റെ വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് TDS ഹൈ ആയിരിക്കും. TDS ഹൈ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് RO ആൻഡ് UV പ്യൂരിഫിക്കേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ 2 ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഫോർ 2 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വാട്ടർ. സോ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ആവശ്യമായിട്ടുള്ള മിനറൽസ് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത് എന്തൊക്കെ മിനറൽസ് ആണോ, അതായത് പ്രോപ്പർ ആയിട്ട് ഒരു വെള്ളത്തിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണോ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഇതിൻ്റെ ലൈഫ് കൂട്ടാൻ പറ്റും. രണ്ടാമത്തത് ഇതിൻ്റെ അകത്തുള്ള മെംബ്രെയിനെ കുറച്ചുകൂടി മിനറൽസ് കീപ്പ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് വാട്ടർ വേസ്റ്റേജ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. ആറ്റംബർഗ് ഇന്റലോൺ കുറേ മോഡുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ മോഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് ആക്ച്വലി ആറ്റംബർഗിൻ്റെ ഈ ഒരു ആപ്പിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ മോഡുകളായിട്ട് ചേഞ്ച് ചെയ്യാനും കാണാനൊക്കെ പറ്റും. ഒന്നാമത്തത് അഡാപ്റ്റീവ് മോഡ്. ഈ അഡാപ്റ്റീവ് മോഡ് എവിടെയാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് മാറുന്ന തരത്തിലുള്ള വെള്ളം വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഈ അഡാപ്റ്റീവ് മോഡാണ് ഏറ്റവും ബെസ്റ്റ്. രണ്ടാമത്തത് RO ആൻഡ് UV മോഡ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഇൻകമിംഗ് വെള്ളം ഹൈ TDS ഉള്ളതാണ് എങ്കിൽ ഈ RO ആൻഡ് UV മോഡായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി മൂന്നാമത്തത് ടേസ്റ്റ് ട്യൂൺ മോഡ്. നമ്മുടെ കുപ്പിയിൽ ഇടുന്ന വെള്ളം നിങ്ങൾ പല രീതിയിൽ കുടിച്ചിട്ടുണ്ടായിരിക്കും. ചില വെള്ളം കുടിക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, ചില വെള്ളം കുടിക്കുന്ന സമയത്ത് ഭയങ്കര ചെറിയൊരു ആഫ്റ്റർ ടേസ്റ്റ് കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഓരോ പ്യൂരിഫിക്കേഷൻ മെത്തേഡുകൾ ഉള്ളതുകൊണ്ട് ചെന്നൈയിൽ നമുക്ക് ഭയങ്കര ഹൈ TDS വാട്ടറാണ് വരുന്നത്. അപ്പോൾ അത് കുടിച്ച് ശീലമുള്ളവർക്ക് പെട്ടെന്ന് കേരളത്തിൽ വന്നിട്ട് കുടിക്കുന്ന വെള്ളം ഇഷ്ടപ്പെടണമെന്നില്ല. അതിനനുസരിച്ച് നിങ്ങൾക്ക് ടേസ്റ്റ് ട്യൂൺ ചെയ്യാം. പ്രിഫറൻസിനനുസരിച്ചുള്ള TDS എന്ത് ചെയ്യാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു പ്രോസസ്സ് ആക്ച്വലി പ്യൂരിഫൈഡ് വാട്ടർ സ്ട്രീംസ് ഉള്ളിടത്ത് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഹെവി മെറ്റൽ കൺസേൺസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടേസ്റ്റ് ട്യൂൺ മോഡും അതേപോലെ തന്നെ അഡാപ്റ്റീവ് മോഡും ഡിസേബിൾ ആവും. എന്നിട്ട് RO ആൻഡ് UV മോഡായിരിക്കും വർക്ക് ആയിക്കൊണ്ടിരിക്കുക. പിന്നീട് വരുന്നതാണ് വെക്കേ മോഡ്. ഈ വെക്കേ മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വെക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ വാട്ടർ പ്യൂരിഫയറിനെ ഓട്ടോമാറ്റിക്കലി ഒരു ഇത്ര ഡ്യൂറേഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യും പ്രോപ്പർലി. ഇത്
നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പ് വെച്ചിട്ട് മോണിറ്ററിങ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ വാട്ടർ പ്യൂരിഫയർ ഓക്കെ ആണോ എന്നുള്ളതല്ല. ഇനി ഇതിനകത്ത് ഓരോ വാട്ടർ പ്യൂരിഫയറും ഓരോ ടെക്നോളജിയും പല തരത്തിലുള്ള എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് RO മെംബ്രെയിൻ, അതായത് റിവേഴ്സ് ഓസ്മോസിസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള മെംബ്രെയിൻ. അക്വാഗാർഡ് ആണെന്നുണ്ടെങ്കിൽ 2 ലീഫ് മെംബ്രെയിൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി നേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 3 ലീഫ് മെംബ്രെയിൻ ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആറ്റംബർഗ് ഇന്റർലോൺ ആണെന്നുണ്ടെങ്കിൽ 4 ലീഫ് മെംബ്രെയിൻ ആണ് ഉപയോഗിക്കുന്നത്. സോ ഈ 4 ലീഫ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം നമുക്ക് സർഫസ് ഏരിയ ഭയങ്കര കൂടുതലായിരിക്കും. രണ്ടാമത്തത് നമുക്ക് ഇതിന് കുറച്ചുകൂടി ലോഞ്ചിവിറ്റി ഉണ്ടായിരിക്കും. ഫിൽറ്റേഴ്സിന്റെ കാര്യം പറയാം. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല വാട്ടർ പ്യൂരിഫയേഴ്സും ചെറിയ ഫിൽറ്റേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുക. ആറ്റംബർഗ് 10 ഇഞ്ചിന്റെ പ്യൂരിഫയർ ആണ് ഉപയോഗിക്കുന്നത്. ഈ 10 ഇഞ്ചിന്റെ പ്യൂരിഫയർ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നാമത്തത് കുറച്ചുകൂടി വലിയ ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലോഞ്ചിവിറ്റി അഗെയിൻ കുറച്ചുകൂടി നാള് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ ലാസ്റ്റ് ചെയ്യും ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് മെയിൻ്റെനൻസ് ഒന്നും വേണ്ടി വരില്ല. മൂന്നാമത്തത് UV സിസ്റ്റം. സോ പല നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ടാങ്കിന്റെ അകത്തേക്ക് നമ്മുടെ വെള്ളം കയറിപ്പോയി അതിനകത്ത് ഒരു UV ലൈറ്റ് ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്ത് വരുന്ന ഒരു സാധനം. ആറ്റംബർഗ് ഉപയോഗിക്കുന്നത് ഇൻലൈൻ UV ലാമ്പാണ്. അതായത് വെള്ളം ഈ ഒരു പൈപ്പിന്റെ അകത്തേക്ക് ഫ്ലോ ചെയ്യുന്ന സമയത്ത് തന്നെ പ്യൂരിഫൈ ചെയ്ത് വാട്ടർ പ്യൂരിഫയറിലേക്ക് കയറുന്ന ഒരു തരത്തിലുള്ള സിസ്റ്റം. ആപ്പ് എക്സ്പീരിയൻസും കൺട്രോൾസും. ഇപ്പോൾ അക്വാഗാർഡ് ആണെങ്കിലും നേറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഏതാണ്ട് നമുക്ക് കൺട്രോൾസ് ഒന്നും കിട്ടുന്നില്ല, നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ ആറ്റംബർഗിന്റെ ആപ്പ് ഇറ്റ് ഈസ് വെരി വെരി ഗുഡ്. ഉള്ളത് പറയാലോ, നിങ്ങൾക്ക് ഓരോ മോഡിലേക്ക് മാറ്റാനായിട്ട് ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇപ്പം എറർ കോഡുകൾ ചിലപ്പോൾ കാണിക്കാം. ഈ എറർ കോഡുകൾ കാണിക്കുന്ന സമയത്ത് അതെന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും. ഇനി ആറ്റംബർഗിൻ്റെ വാട്ടർ പ്യൂരിഫയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിംഗ് ഉണ്ട്, പല രീതിയിലും പല കളറിലും പല ഡിസൈനിലുമാണ് ഈ റിംഗ് വർക്ക് ആവണേ. അപ്പോൾ ഓരോ റിംഗും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പിക്ചർ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് പ്യൂരിഫിക്കേഷൻ മോഡ് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഫിൽറ്റർ എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് വേണ്ട സാധനം മാത്രം റീപ്ലേസ് ചെയ്താൽ മതിയായിരിക്കും. മൊത്തത്തിൽ റീപ്ലേസ് ഫിൽറ്റർ മൊത്തം റീപ്ലേസ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നും ആറ്റംബർഗിലില്ല. അക്വാഗാർഡിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു AMC മെത്തേഡാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിത്ത് ക്ലിയർ കണ്ടീഷൻ TDS മൊത്തത്തിൽ 1000 ppm താഴെ ആണെങ്കിൽ മാത്രമേ അവർ ഫ്രീ സർവീസ് പരിപാടികൾ നിങ്ങൾക്ക് തരുള്ളൂ. ഇനി നേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 2 ഇയർ ഫ്രീ സർവീസ് ആണ് ഓഫർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 2 വർഷത്തേക്ക് നിങ്ങൾക്ക് സർവീസ് ഫ്രീ ആയിട്ട് കിട്ടും. ഈ 2 ഇയർ കഴിഞ്ഞാൽ നേറ്റീവും AMC പ്രോസസ്സിലോട്ട് പോകും. അപ്പോൾ ഈവൻ നിങ്ങൾക്ക് ഫിൽറ്റർ റീപ്ലേസ്മെന്റിന്റെ ആവശ്യമില്ലെങ്കിലും ഫിൽറ്റർ റീപ്ലേസ് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ആറ്റംബർഗ് ഓഫർ ചെയ്യുന്നത് യൂസേജ് ബേസ്ഡ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് അപ്രോച്ച് ആണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന കമ്പോണൻസ് മാത്രം നിങ്ങൾ റീപ്ലേസ് ചെയ്താൽ മതി. അല്ലാതെ മൊത്തത്തിൽ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത സാധനത്തിന് റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ 2 ഇയർ നോൺ കണ്ടീഷണൽ ആയിട്ടുള്ള വാറണ്ടിയാണ്. അതിൻ്റെ അകത്ത് TDS ക്യാപ്പോ അല്ലെങ്കിൽ TDS കൂടുതൽ കുറവ് അങ്ങനത്തെ വള്ളികളൊന്നുമില്ല. നിങ്ങൾക്ക് 2 ഇയർ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കിട്ടും. ROയും UFും ഇതിനകത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഫിൽറ്റേഴ്സിനെയും അറ്റ് എ ടൈം റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണോ റീപ്ലേസ്മെന്റ് വേണ്ട സാധനം അത് മാത്രം നിങ്ങൾക്ക് മാറ്റാം. വേഴ്സ്റ്റ് കേസ് സിനാരിയോ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു എന്ന് തന്നെ വെച്ചോ, അവിടെ നിങ്ങൾക്കുള്ള ഗുണമെന്ന് വെച്ചാൽ അറൗണ്ട് ഒരു 4000 രൂപ മാത്രമേ നിങ്ങൾക്ക് ഈ വരുന്ന 2 വർഷത്തിനകത്ത് മാക്സിമം ചിലവാകുള്ളൂ. ആൻഡ് മൊത്തത്തിൽ നിങ്ങൾ ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഭയങ്കര കുറവായിരിക്കും. ഇനി നിങ്ങൾ റീപ്ലേസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ റീപ്ലേസ് ചെയ്ത സാധനങ്ങൾക്ക് 2 വർഷത്തെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. സോ വിച്ച് ഈസ് റിയലി ഗുഡ്. ഇനി പ്രൈസ് നോക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അക്വാഗാർഡ് റിഡ്സ് പ്രോ അപ്രോക്സിമേറ്റ്ലി 18,999 വരുന്നത്. നേറ്റീവ് M2 Pro 18,999 ആണ്. ഇനി ആറ്റംബർഗ് ഇന്റർലോൺ ആണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 17,999 ആണ് പ്രൈസ് വരുന്നത്. സോ മൊത്തത്തിൽ എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വാട്ടർ പ്യൂരിഫയർ മേടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടീഷൻസ് അഡ്ജസ്റ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ വേരി ചെയ്യുന്ന രീതിയിലുള്ള വാട്ടർ പ്യൂരിഫയർ തന്നെ വേണം. അഡാപ്റ്റബിൾ ആയിരിക്കണം. നിങ്ങളുടെ വീട്ടിലെ ലൊക്കേഷൻ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന വെള്ളത്തിൻ്റെ മാറ്റങ്ങൾ, ഇപ്പോൾ വെള്ളം കിണർ വെള്ളമാണ്, ബോർവെല്ലാണ്, അതേപോലെ തന്നെ മുനിസിപ്പൽ വാട്ടർ. നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും കിണറും കാണും, മുനിസിപ്പൽ വാട്ടറും കാണും. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ ടെക്നോളജിയും വാട്ടർ വേസ്റ്റേജ് ഭയങ്കരമായിട്ട് കുറവായിട്ടും വേണം. ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു വാട്ടർ പ്യൂരിഫയറും ആയിരിക്കണം. അപ്പോൾ എൻ്റെ പേഴ്സണൽ പിക്ക് ആറ്റംബർഗ് ഇന്റർലോൺ ആണ്. ആൻഡ് ഈ മൂന്നും തമ്മിൽ കമ്പയർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫൈനൽ വേർഡിക്റ്റ് ആയിട്ട് മനസ്സിലായെന്നുള്ളതെന്ന് എനിക്കറിയില്ല. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്തും പ്രൈസ് ആറ്റംബർഗ് ഇന്റർലോൺ ആണ് കുറവ്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ വലിയൊരു കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.